പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിറകോട്ടില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPIക്ക് അർഹതപ്പെട്ട സ്ഥാനമാണത്. CPM-ഉമായി ചർച്ച നടത്തി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി CPM-ഉം CPI-യും വഴിപിരിയില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നമുക്ക് പ്രതികരണം കേൾക്കാം ആദ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യം വെച്ചത് ഏറ്റവും ന്യായമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സ്ഥാനം അർഹതപ്പെട്ടതാണ്. ചർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. അതേ ചൊല്ലി CPI-യും CPM-ഉം വഴിപിരിയാൻ പോകണമെന്നുമല്ല. അങ്ങനെയൊന്നും വഴിപിരിഞ്ഞു പോകാതെ തന്നെ സംസാരിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും വർത്തമാനം പറഞ്ഞ് സംസാരമേള തന്നെ പരിഹാരം കണ്ടെത്തും. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്നുള്ളതാണ് CPI-യുടെ നിലപാട്. മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ തീരുമാനമാകുന്നില്ല, അല്ലെങ്കിൽ CPM അതിന് വഴങ്ങുന്നില്ല എന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ കാര്യം ചർച്ച ചെയ്യേണ്ടത് തന്നെ ആവശ്യമായി വരുന്നത്. മാധു, തീരുമാനമാകാത്തതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ. CPI-എം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI-ക്ക് കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനം അവരുടെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ തന്നെ എടുത്തതാണ്. അത് നേരിട്ടല്ലാതെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ CPI കടുംപിടുത്തത്തിൽ നിൽക്കുകയാണ്. CPI പറയുന്ന കാര്യം, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുമ്പോൾ പുതിയൊരു മുഖം ഉപനേതാവ് സ്ഥാനത്ത് വേണം എന്നതാണ്. പക്ഷേ ഇതിനു മുമ്പ് ഏറ്റവും അവസാനം LDF പ്രതിപക്ഷത്തിരുന്ന സമയത്തും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI-ക്ക് നൽകിയിട്ടില്ല. അന്ന് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതാവുമായിരുന്നു. പക്ഷേ ഇത്തവണ അത് പറ്റില്ല എന്ന നിലപാട് CPI എടുക്കുമ്പോൾ CPI-എം രണ്ട് കാരണങ്ങൾ പറഞ്ഞാണ് അത് നൽകാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഒന്ന് പറയുന്നത് അതൊരു ഭരണഘടനാപരമായ പദവിയെ അല്ല, ഒരു ടെക്നിക്കൽ പോസ്റ്റ് മാത്രമാണ് എന്നതാണ് CPI-യോട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അതിന് CPI-യുടെ മറുപടി, അങ്ങനെ ടെക്നിക്കൽ പോസ്റ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, അത് തരണം, K രാജനെ ആ പദവിയിൽ വെക്കാമെന്നതാണ്. ഇപ്പോൾ CPM നേതൃത്വം പറയുന്നത് പ്രതിപക്ഷ നേതാവായി പാർട്ടി തീരുമാനിച്ചത് പിണറായി വിജയനാണ്. പിണറായി വിജയന് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന തലത്തിൽ ഓടി നിന്ന്, സാധാരണ നമുക്കറിയാലോ, ഒരു പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായാൽ ഒരു വലിയ വിഷയമാണെങ്കിൽ അവിടെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചപ്പോൾ മതികെട്ടാനിലൊക്കെ VS നമ്മൾ കയറുന്നത് കണ്ടതാണ്. ആ തരത്തിൽ പ്രവർത്തിക്കേണ്ട, എല്ലാ ദിവസവും മാധ്യമങ്ങളോട് പ്രതികരണങ്ങൾ നൽകേണ്ട, ആഴ്ചയിലൊരിക്കൽ വാർത്താ സമ്മേളനമൊക്കെ വിളിക്കേണ്ട ഒരു പദവിയാണ്. ആ തരത്തിൽ പിണറായി വിജയൻ ഉയരുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ക്യാരക്ടറും വെച്ചിട്ട് അങ്ങനെ വരുമോ എന്ന കാര്യത്തിൽ പാർട്ടിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഉപനേതാവായി KN ബാലഗോപാലിനെ വെച്ചിട്ട് അത്തരം സഭയ്ക്ക് പുറത്തുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലേക്ക് KN ബാലഗോപാലിനെ വെക്കുകയും സഭയ്ക്കകത്ത് പിണറായി വിജയൻ എന്ന ഒരു ചിന്തയാണ് CPM-നുള്ളത്. അതുകൊണ്ട് വിട്ടു നൽകാൻ കഴിയില്ല എന്ന് അവർ നിലപാടെടുക്കുന്നു. CPI കടുപ്പിക്കുമ്പോൾ CPI-എം അയയുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിനുള്ള സാധ്യത കുറവാണെന്നാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന കാര്യത്തിൽ നിന്ന് CPI നിലവിൽ പിന്നോട്ടില്ല.